നായകനാകാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യന് തോറ്റുകൊടുക്കാൻ എത്രയൊക്കെ കാരണങ്ങൾ വേണം. മുഖത്തിൻ്റെ ഒരു വശം പാരലൈസ്ഡായി ജനനം, പിന്നെ അവ്യക്തമായ സംസാരം, പോരാത്തതിന് അതിദാരിദ്ര്യവും. സിനിമാമോഹം സ്വപ്നം കണ്ട ഏതൊരു സാധാരണക്കാരനും വിധിക്ക് മുന്നിൽ മുട്ടുമടക്കി ഒഴിഞ്ഞു മാറാൻ ഇത്രയും കാരണങ്ങൾ ധാരാളമായിരുന്നു. പക്ഷേ ആ നിരാശകളുടെ ചാരക്കൂമ്പാരത്തിൽ നിന്ന് ഹോളിവുഡിലെ സിംഹാസനത്തിലേക്ക് അയാൾ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയർന്നു. സിൽവസ്റ്റർ സ്റ്റാലോൺ. ഇന്ന് ലോകം വാഴ്ത്തുന്ന ആ അതിജീവനത്തിൻ്റെ കണ്ണീരും കയ്പും കലർന്ന കഥ. അതെ, സിൽവസ്റ്റർ സ്റ്റാലോണിൻ്റെ റിയൽ ലൈഫ് പോരാട്ടകഥ സ്ക്രീനിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഐ പ്ലേ റോക്കി എന്ന പേരിൽ. ഹോളിവുഡിലെ എക്കാലത്തെയും മികച്ച ആക്ഷൻ ഹീറോകളിൽ ഒരാളായ സ്റ്റാലോണിൻ്റെ റോക്കിയെ അറിയണമെങ്കിൽ നമുക്ക് 1970കളിലേക്ക് പോകാം. ന്യൂയോർക്കിലെ തണുത്തുറഞ്ഞ ഒരു ബസ് ടെർമിനലിലെ തറയിൽ കിടന്നുറങ്ങുന്ന 28 വയസ്സുള്ള യുവാവ്. സിനിമാ മോഹങ്ങൾ അസ്തമിച്ച് ഒരു നല്ല വേഷം പോലും കിട്ടാതെ ആശകൾ വറ്റിയ സ്റ്റാലോൺ എന്ന ചെറുപ്പക്കാരൻ. ആകെയുള്ള സമ്പാദ്യം $106. മൃഗശാലയിലെ സിംഹക്കൂടുകൾ കഴുകി വൃത്തിയാക്കുന്നതായിരുന്നു ഉപജീവനം. ഗർഭിണിയായ ഭാര്യയും പിന്നെ ബഡ്കസ് എന്ന പേരുള്ള നായയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലോകം. പട്ടിണി അതിൻ്റെ ഏറ്റവും ക്രൂരമായ മുഖം കാട്ടിയപ്പോൾ വളർത്തുനായയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പോലും കയ്യിൽ കാശില്ലാതെ വന്നപ്പോൾ സ്റ്റാലോൺ ഒരു തീരുമാനമെടുത്തു. ഒരു 7-Eleven കടയ്ക്ക് മുന്നിൽ വെച്ച് തൻ്റെ ജീവനായ ബഡ്കസിനെ അദ്ദേഹം ഒരു അപരിചിതന് വിറ്റു. വെറും $40. സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിച്ച നായയെ വിറ്റുകിട്ടിയ ആ തുട്ടുകളുമായി മടങ്ങുമ്പോൾ ആ കണ്ണുകളിൽ നിറഞ്ഞത് ദാരിദ്ര്യത്തിൻ്റെ കണ്ണുനീർ മാത്രമായിരുന്നില്ല. പൊടിഞ്ഞത് ഒരു മനുഷ്യൻ്റെ ആത്മാഭിമാനത്തിൻ്റെ ചോര കൂടിയായിരുന്നു. വലിയ കൊടുങ്കാറ്റുകൾക്ക് മുൻപ് ഒരു ശാന്തതയുണ്ടാവുമെന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ. ബോക്സിംഗ് ലെജൻഡായ മുഹമ്മദ് അലിയോട് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പൊരുതി വീണ ചക്ക് വെപ്നർ എന്ന സാധാരണക്കാരൻ്റെ പോരാട്ടം സ്റ്റാലോൺ ഒരിക്കൽ കാണുകയുണ്ടായി. ആ പോരാട്ട വീര്യം സ്റ്റാലോണിനെ പിടിച്ചുലച്ചു. മത്സരത്തിന് ശേഷം സ്റ്റാലോൺ വീട്ടിലേക്ക് ഓടിയെത്തി. വാതിലടച്ച് തുടർച്ചയായി 3 ദിവസങ്ങൾ ഉറക്കമൊഴിച്ച് അദ്ദേഹം ഒരു തിരക്കഥ എഴുതി. ആ പേനത്തുമ്പിൽ നിന്ന് ഉതിർന്നു വീണത് വെറുമൊരു കഥയായിരുന്നില്ല, സ്വന്തം ജീവിതത്തിൻ്റെ അംശം നിറഞ്ഞ സ്വപ്നങ്ങൾക്കായി പൊരുതിയ ഒരു ആക്ഷൻ കഥ. അതായിരുന്നു റോക്കി. ഹോളിവുഡ് നിർമ്മാതാക്കൾ ആ സ്ക്രിപ്റ്റിന് മുന്നിൽ അന്തം വിട്ടുനിന്നു. പട്ടിണി കിടക്കുന്ന സ്റ്റാലോണിന് മുന്നിലേക്ക് അവർ വെച്ചു നീട്ടിയത് അന്നത്തെ കാലത്തെ വൻതുകയായ $360,000. പക്ഷേ സ്റ്റാലോൺ ആ തുകയ്ക്ക് മുന്നിൽ വഴങ്ങിയില്ല. അയാൾ ഒരു നിബന്ധന വെച്ചു. ഈ സിനിമയിലെ നായകൻ, അതായത് റോക്കി, താൻ തന്നെയായിരിക്കും. റോബർട്ട് റെഡ്ഫോർഡ്, ബഡ് റെയ്നോൾഡ്സ് പോലുള്ള മുൻനിര താരങ്ങളെ വെച്ച് സിനിമയെടുക്കാൻ ആഗ്രഹിച്ച നിർമ്മാതാക്കൾ ഓഫറുകൾ കൂട്ടിക്കൂട്ടി നൽകി. പക്ഷേ സ്റ്റാലോൺ നോ എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. കാരണം സ്റ്റാലോണിന് അറിയാമായിരുന്നു, തളർന്ന തൻ്റെ മുഖവും സംസാരവും $25 നായയെ വിൽക്കേണ്ടി വന്ന ദാരിദ്ര്യവും ഇതെല്ലാം റോക്കി എന്ന കഥാപാത്രത്തിൻ്റെ ജീവനാണെന്ന്. അത് ജീവിച്ചു തീർത്ത അയാൾക്കല്ലാതെ മറ്റാർക്കും ആ വേഷം ചെയ്യാൻ കഴിയില്ല എന്ന്. ഒടുവിൽ വെറും $35,000 മാത്രം വാങ്ങി നായകനായി അഭിനയിക്കാമെന്ന കരാറിൽ അയാൾ ഒപ്പുവെച്ചു. അഡ്വാൻസ് തുക കയ്യിൽ കിട്ടിയ നിമിഷം സ്റ്റാലോൺ ഓടിയത് മറ്റെവിടേക്കുമായിരുന്നില്ല. അന്ന് നായയെ വിറ്റ ആ 7-Eleven കടയ്ക്ക് മുന്നിലേക്കായിരുന്നു. തുടർച്ചയായി 3 ദിവസങ്ങൾ അയാൾ ആ തെരുവിൽ കാത്തുനിന്നു. ഒടുവിൽ ആ വ്യക്തിയെ കണ്ടെത്തി. അന്ന് $25 വിറ്റ തൻ്റെ ബഡ്കസിനെ തിരികെ വാങ്ങാൻ ആ മനുഷ്യൻ ആവശ്യപ്പെട്ടത് $15,000. പട്ടിണിയുടെ കാലത്ത് ഉപേക്ഷിക്കേണ്ടി വന്ന തൻ്റെ പ്രിയപ്പെട്ടവനെ സ്റ്റാലോൺ $15,000 നൽകി തിരികെ വാങ്ങി. എന്ന് മാത്രമല്ല, റോക്കി എന്ന സിനിമയിൽ റോക്കിയുടെ കൂടെയുള്ള നായയായി അഭിനയിപ്പിച്ചത് ഇതേ ബഡ്കസിനെ തന്നെയായിരുന്നു. പിന്നെ നാം കണ്ടതെല്ലാം ചരിത്രമാണ്. റോക്കി തിയേറ്ററുകൾ തകർത്തെറിഞ്ഞു. മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരം നേടി ഹോളിവുഡിൽ ഒരു പുതു ചരിത്രം എഴുതി. തൻ്റെ പരാജയങ്ങളെയും വൈകല്യങ്ങളെയും ആയുധമാക്കി മാറ്റി ചരിത്രം കുറിച്ച ആ പോരാളിയുടെ ജീവിതം ഹോളിവുഡ് ബിഗ് സ്ക്രീനിലേക്ക് എത്തിക്കുകയാണ്. സംവിധാനം ഓസ്കാർ ജേതാവായ പീറ്റർ ഫാരലി. സ്റ്റാലോണായി എത്തുന്നത് ദി ഓഫർ ഫെയിം ആന്റണ ഇപ്പൊലിറ്റോ. ഭാര്യയായി അന്ന സോഫിയ റോബും വേഷമിടുന്നു. ആമസോൺ MGM സ്റ്റുഡിയോസ് ബിഗ് ബഡ്ജറ്റിൽ ഒരുക്കുന്ന ചിത്രം ഈ വർഷം അവസാനത്തോടെ തിയേറ്ററുകളിലെത്തും. ജീവിതം എത്ര വലിയ പ്രഹരമേൽപ്പിച്ച് തളർത്താൻ നോക്കിയാലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിലാണ് വിജയം. സിൽവസ്റ്റർ സ്റ്റാലോൺ എന്ന ഇതിഹാസം തൻ്റെ ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിച്ചതും ഇതാണ്.